എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാത്സ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Cups, Six of Pentacles, Five of Pentacles, the Tower moment, Nine of Pentacles and Six of Cups energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഡബിൾ 9 എനർജി ആൻഡ് ഡബിൾ 6 എനർജീസ് ആണ്. അതും സിമിലർ എനർജീസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് കപ്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി ഉയരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം, അതേപോലെ നിങ്ങളുടെ സമയം, ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ സമയം വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിനൊരു ഫൗണ്ടേഷൻ കെട്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നത് പറയാം. അതേപോലെ തന്നെ ഈ ഒരു എനർജി ഫൗണ്ടേഷൻ കെട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ടവർ മൂമെൻ്റ് ആണ്. സോ ഈ ഒരു എനർജി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ലൈഫിൽ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈഫ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു, നിങ്ങളെല്ലാം സെറ്റാണ്. ഇപ്പോൾ നിങ്ങളൊരു വീടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ വീണ്ടും അത് പൊളിച്ച് കളയേണ്ടി വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു ഉദാഹരണമാണ്. അപ്പോൾ വീട് പൊളിക്കണം എന്നുള്ളതല്ല അതിനർത്ഥം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഫൗണ്ടേഷനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ നിങ്ങളത് കാര്യമാക്കാതെ ആ വീട് പണിത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഇഷ്യൂസ് വരുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യമേ അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് സാമ്പത്തികമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് പൈസയ്ക്ക് അത് വീണ്ടും ചെയ്തെടുക്കാവുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പണി കഴിയുമ്പോൾ നിങ്ങൾ എത്ര ലക്ഷങ്ങൾ അത് വീണ്ടും ചിലവാക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ ലൈഫിൽ ഒരു റീബിൽഡിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, വീണ്ടും ഒരു സോളിഡ് ഫൗണ്ടേഷൻ കെട്ടേണ്ടി വരും. ഇപ്പോൾ ഉള്ളത് പൊളിച്ച് കളഞ്ഞിട്ട് എന്നുള്ളത് പറയുകയാണ് എങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ വിട്ടിട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ അത് നിങ്ങൾക്കൊരു പക്ഷേ വളരെ വലിയ നഷ്ടം കൊണ്ടെത്തിക്കും. ഇത് വീടും ഫൗണ്ടേഷനെ സംബന്ധിച്ച് മാത്രമല്ല, അത് ഉദാഹരണമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അത് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്കത് അപകടമാണ് കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി ഇടപെട്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. അത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പുതിയത് തേടി പോകുന്നതോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് പറ്റിയതല്ല. അതുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയേക്കാം. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രമിക്കേണ്ടി വരും. പല ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾ കംഫർട്ട് സോണിലാണ്. ആ ജോലി കളഞ്ഞ് പുതിയ ജോലിന് കിട്ടുമോ എന്നുള്ള ഭയമോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് മാറി ഇനി പുതിയ ഇടത്തേക്ക് പോകാനുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനുള്ള മടിയോ ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും നിങ്ങൾ അതിൽ പുറത്ത് കിടക്കാത്തത്. പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല, അതിൻ്റെ ഇരട്ടി പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാതാവുമ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ അതിൽ നിന്ന് തള്ളി പുറത്തേക്ക് ഇടുകയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില സാഹചര്യം നമ്മൾ പറയുന്ന ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങളുടെ കരിയറിലുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കുക. കാരണം ദിസ് ഈസ് വാട്ട് യു വോണ്ട്, അത് നിങ്ങൾ ചിന്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എനിക്ക് ഇന്നതൊക്കെ വേണം എന്നുള്ളത് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകണമെങ്കിൽ അവിടെ നിന്നാൽ അതൊരിക്കലും സംഭവ്യമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ
ലൈഫ് നിങ്ങൾ എങ്ങനെയാണോ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴി നിങ്ങൾക്കായിട്ട് ആ പ്രപഞ്ചശക്തി ഒരുക്കിയിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്, മറിച്ച് നെഗറ്റീവ് എനർജി അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്കുള്ള വഴിയൊരുക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ അടുത്തിടയ്ക്ക് ജോലി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നാണ് മാറിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പുതിയതായിട്ട് ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി നല്ലൊരു സോളിഡ് ഫൗണ്ടേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ എനർജി അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ലൈഫിലൊരു ഉയർച്ചയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് എന്തെങ്കിലും ആയിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നുണ്ട്. ലോണിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കുന്നതും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ലോണിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പർപ്പസ്, അതായത് 2-way അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ എത്തുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലും ഷെയർ ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റിംഗ് ആൻഡ് ഓഫറിംഗ് ആണ്, അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും സഹായിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് സഹായം നൽകുന്നു എന്നുള്ള രീതിയിലായിരിക്കാം. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ചില റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരെ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു എനർജി ആയിരിക്കാം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അസറ്റ്സ് ആയിരിക്കാം, അത് നിങ്ങൾ അസറ്റായിട്ടാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ. പക്ഷേ ഓരോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയും വീടെന്ന് പറയുന്ന ഒരു അസറ്റായിട്ടാണ് ചില ആളുകൾ കരുതുന്നത്. പക്ഷേ അത് ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അത് നമ്മളൊരു അസറ്റായിട്ട് കരുതാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ അതിനെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നേടുന്ന ഒരു വർഷം അല്ലെങ്കിൽ ഒരു സമയം, ഈ ഒരു മുന്നോട്ടേക്ക് വരുന്ന വർഷവും അതേപോലെ തന്നെ ഈ ഒരു മാസം പ്രത്യേകിച്ച് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ വീടിന് അഡ്വാൻസ് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളും സംബന്ധിച്ച സിറ്റുവേഷൻ ഉണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ വീട് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു ധനലാഭം വരുന്ന സിറ്റുവേഷനുണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ലോണായിരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലരെ ഇപ്പോൾ സ്വത്ത് വകകളൊക്കെ കിട്ടാനുണ്ട്, ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ അത് ലഭിക്കാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള പൈസ, ആ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം തുക നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എന്തോ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ചാൻസും ഉണ്ട്. അവിടെയും നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന സാഹചര്യമാണ്. അതിൻ്റെയൊക്കെ തുടക്കമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇനി എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത് ചിന്തകളോ, ഇപ്പോൾ റിട്ടയർ ഒക്കെ ആയിരിക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ജോലി എന്താണ്, ഇനി എന്ത് സാമ്പത്തികം എന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തികം ഭദ്രതയ്ക്കുള്ള വാതിലിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണുള്ളത്. പക്ഷേ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളത് എവിടെയോ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന കാര്യം കാണാതെ പോവില്ലേ, ആ ഒരു എനർജിയാണ്. അപ്പോൾ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും മാറ്റി വെച്ച് തെളിഞ്ഞ മനസ്സോടുകൂടി നോക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും സാമ്പത്തിക സുഭദ്രതയുണ്ട്, അത് നിങ്ങളായിട്ട് ഊട്ടി ഉറപ്പിച്ചാൽ, അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടി ആക്ഷൻ എടുക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 6 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നു, യാത്രകൾ പോകുന്നു, പുറത്ത് പോയിട്ട് ഭക്ഷണം, കുറേ അധികം നാളായി നിങ്ങൾ പുറത്തൊന്നും പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ യാത്രകളൊന്നും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ യാത്രകൾ പോകുന്നു, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു, ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുക. അതേപോലെ തന്നെ ലൈഫ് നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ പുറകോട്ടേക്ക് നിൽക്കുന്ന ആ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു, അതിന് നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടും കാണിക്കുന്നു. പിന്നെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്.
അതേപോലെ നിങ്ങൾ റെസ്ക്യൂ ആനിമൽസിനെ, അതായത് മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ട് ഉള്ളൊരു സാഹചര്യമാവാം. അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗവക്കാവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വളർത്താൻ കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അത് നല്ല ഇമോഷണൽ കണക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.